എത്ര നല്ല മനുഷ്യനാ ഈ ഗഫൂർക്ക. എടാ മൊയ്തീനെ, നമ്മുടെ ഗഫൂറിന്റെ സ്ഥിതി എന്താ? 2 ദിവസമായില്ല കണ്ടിട്ട്. ഗഫൂർ ഇല്ലാതെ ഒരു രസമില്ല. ഭാര്യ വീട്ടില് വിരുന്നിന് പോയതാണെന്നാണ് കേട്ടത്. അതാവാൻ വഴിയില്ല. ഗഫൂറും ഭാര്യയും തമ്മിൽ 24 മണിക്കൂറും പൊരിഞ്ഞതല്ല. പിന്നെ ഇവനങ്ങോട്ട് പോയി. ഗഫൂറിന്റെ കാര്യം നല്ല തമാശയാ. ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മൂപ്പർ അങ്ങോട്ട് കേറും. മുഖസ്തുതി ഭയങ്കര ഇഷ്ടാ. അല്ല, പറഞ്ഞ് നാക്ക് വായിലേക്ക് ഇട്ടില്ല. പിന്നെ നാക്ക് കീശയിലാണ് ഇട്ടത്. അതല്ലാന്ന് ഇതേ വരുന്ന നമ്മുടെ കഥാനായകൻ വാസു. ഇന്ന് നമുക്ക് ഗഫൂറിനൊന്ന് ഇളക്കണം. അത് ഞാൻ ഏറ്റു. വരുന്നുണ്ട്. എന്താണ് വയറെ രണ്ടാളും കൂടി കുറ്റിയടിച്ച് പോയിരിക്കണേ? നിങ്ങൾക്കൊന്നും വീട്ടിൽ പണിയില്ലേ? അപ്പൊ ഗഫൂർ വീട്ടുവേല കഴിഞ്ഞ് വരികയായിരിക്കും. അത് ഞമ്മക്കിട്ടൊന്ന് താങ്ങിയതാണല്ലേ. അല്ല, 2 ദിവസമായിട്ട് നിങ്ങളെ പുറത്തോട്ടൊന്നും കാണുന്നില്ലല്ലോ. ഒന്ന് എന്ത് പറ്റി? അത് പിന്നെ നമ്മള് കെട്ടിയോളോട് നമ്മളൊന്ന് ഉടക്കി. ഞാൻ അവളോട് പറഞ്ഞ് 2 ദിവസത്തേക്ക് പുറത്തിറങ്ങരുതെന്ന്. ഭയങ്കരം. അതിനെന്തിനാ ഗഫൂർ വീട്ടിൽ നിന്ന് ഇറങ്ങാതിരുന്നത്? ഓക്കൊരു കമ്പനി ആയിക്കോട്ടെന്ന് വെച്ച്. അതേതായാലും നന്നായി. ഗഫൂറെ, ഈ മൊയ്തീൻ പറയാണ്, ആ കാണുന്ന മരത്തിൽ കയറാൻ നിനക്ക് ഈ ജന്മത്ത് പറ്റൂലെന്ന്. ഞാനങ്ങനെ പറഞ്ഞില്ല. ആ മരത്തിലല്ല, അതിന്റെ അപ്പുറത്തെ മരത്തിൽ വേണമെങ്കിൽ ഗഫൂർ കയറൂ. ഒന്ന് കാണിച്ചു കൊടുക്കുക ഗഫൂർക്ക. പഠിച്ചോനെ, ഹലോ, വേദന സഹിക്കാൻ പറ്റില്ല ഡോക്ടറെ. ഹലോ. എന്താ പേര്? ഗഫൂർ. എത്ര വയസ്സായി? 45. എവിടെയാണ് വേദന? എല്ലായിടത്തും വേദന ഉണ്ട് ഡോക്ടറെ. ഹലോ. നേരത്തെ ഇങ്ങനെ വന്നിട്ടുണ്ടോ? ഇല്ല. കല്യാണം കഴിച്ചതാണോ? ഇതല്ല, മരത്തിന്റെ മുകളിൽ വീണാണ്.